നമസ്കാരം. അമേരിക്കയിൽ ഒരു പാസ്റ്റർ ഒറ്റ സ്തോത്ര കാഴ്ചയിൽ തന്നെ $40,000 സംഘടിപ്പിക്കുന്നതിനായി വേണ്ടി നടത്തിയ ശ്രമം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും തന്നെ വൈറലായി മാറുകയാണ്. ഈ പാസ്റ്റർക്ക് നേരെ പലരും അതിരൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത്. പള്ളിയുടെ വാതിലുകൾ അടച്ച് ആളുകളോട് വൈകാരികമായി സംസാരിച്ചാണ് ഈ പണപ്പിരിവ് നടത്തിയത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ആരോപണം ഉന്നയിക്കുന്നത്. 58-കാരനായ മർവിൻ സാപ്പ് പ്രമുഖനായ പാസ്റ്ററും ഗായകനുമാണ്. ഏതാണ്ട് 1000-ഓളം വിശ്വാസികളിൽ നിന്നാണ് ഇദ്ദേഹം പണം പിരിച്ചത്. 1000-ഓളം പേർ ഈ പ്രാർത്ഥനാ സമയത്ത് അവിടെ സന്നിഹിതരായിരുന്നു. 1000-ലധികം പേർ ഓൺലൈനിലും ഇതേ സമയം തുടരുന്നുണ്ടായിരുന്നു. വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ $40,000 സ്തോത്രക്കാഴ്ച നൽകണം എന്നാവശ്യപ്പെട്ടത്. ഒരാൾ $20 വീതം തന്നാൽ മതി എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അങ്ങനെ 2000 പേരിൽ നിന്നായി $40,000 പിരിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഇദ്ദേഹം വാതിലുകൾ എത്രയും വേഗം അടയ്ക്കാൻ തൻ്റെ സഹായികളോട് ആവശ്യപ്പെടുന്നത് വീഡിയോയിൽ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് ആർക്കും മനസ്സിലായില്ല. മാത്രമല്ല, അദ്ദേഹം വളരെ വൈകാരികതയോടെ പറയുന്നൊരു കാര്യമുണ്ട്. തൻ്റെ ഭാര്യ ജീവിച്ചിരുന്ന സമയത്ത് $20 കൊണ്ട് തനിക്കും ഭാര്യയ്ക്കും കൂടി ഒരു സിനിമ കാണാനും അതുപോലെ കാപ്പി കുടിക്കാനും അതുപോലെ പോപ്കോൺ വാങ്ങാനും എല്ലാം കഴിയുമായിരുന്നു എന്നാണ്. മാത്രവുമല്ല, ഞാൻ അവളുടെ കണ്ണുകളിലേക്കും അവൾ എൻ്റെ കണ്ണുകളിലേക്കുമാണ് നോക്കിയിരുന്നത് എന്നൊക്കെ അദ്ദേഹം വളരെ കാൽപ്പനികമായ രീതിയിലാണ് വിശ്വാസികളോട് സംസാരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഈ 1000 പേരും വരിയായി നിന്ന് $20 വീതം തരണം എന്ന്. ആരെങ്കിലും പണം നൽകാതെ തടിതെപ്പാൻ ശ്രമിക്കുമോ എന്ന് സംശയമുള്ളത് കൊണ്ട് തന്നെ പാസ്റ്റർ ചെയ്ത ഒരു കാര്യം, എല്ലാവരും അൾത്താരയിലേക്ക് കടന്നു വരണമെന്നും ഇവിടെ വെച്ചിട്ടുള്ള ബോക്സിൽ പണം നിക്ഷേപിക്കണമെന്നുമാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ആളുകളൊക്കെ തന്നെ വന്ന് പണം നൽകുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം ഓർഗനിൽ സംഗീതം ആലപിക്കുന്നുണ്ട്. അങ്ങനെ ആകെ വളരെ രസകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഒരു സ്തോത്രക്കാഴ്ച പിരിവ് നടക്കുന്നത്. മാത്രമല്ല, ദാനമെന്ന് പറയുന്നത് അതൊരു തരം ആരാധനയാണ് എന്നും അദ്ദേഹം വിശ്വാസികളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ അവരെ വൈകാരികമായി ബ്ലാക്ക് മെയിൽ ചെയ്ത്, അതല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള പോലെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തിയാണ് ഇത്രയും പണവും സ്വരൂപിച്ചത് എന്നാണ് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിക്കുന്നത്. പല വിശ്വാസികളും സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് മർവിൻ സാപ്പ് ഏതാണ്ട് $4 മില്യൺ ആസ്തിയുള്ള വ്യക്തിയാണെന്നാണ്. പിന്നെ എന്തിനാണ് ഈ പണത്തോട് ഇത്രയും ആസക്തി വന്ന് ആളുകളോട് ഇത്തരത്തിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തി പണം പിരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരക്കാർ കാരണമായിട്ടാണ് പലരും ഇപ്പോൾ പള്ളിയിൽ പോകാൻ പോലും മടിക്കുന്നത് എന്നും ചിലർ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും അവസാനം പാസ്റ്റർ തൻ്റെ വിശദീകരണവുമായി സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, പണ്ട് ദേവാലയം പണിയുന്നതിനായി ദാവീദ് രാജാവ് സ്വർണവും വെള്ളിയും നൽകുന്നതിന് ഒപ്പം തന്നെ തൻ്റെ അനുയായികളോടും ഇത്തരത്തിലുള്ള നടപടി ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ആ ഭാഗം കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും ആ പോസ്റ്റിൻ്റെ ചുവട്ടിലും പല ആളുകളും വന്ന് അതിരൂക്ഷമായ വിമർശനമാണ് പാസ്റ്ററിൻ്റെ നേരെ ഉയർത്തുന്നത്. മാത്രവുമല്ല, പാസ്റ്റർ എന്തുകൊണ്ടാണ് പള്ളിയുടെ വാതിലുകൾ അടച്ചിടാൻ ആവശ്യപ്പെട്ടത് എന്നാണ് ഏറ്റവും അധികം വിശ്വാസികൾ സമൂഹ മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. അതൊരു ശരിയായ നടപടിയായിരുന്നില്ല എന്നും വാതിലടച്ചിട്ട് പൈസ പിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുമാണ് പലരും പറയുന്നത്. ഏതായാലും ഇത് അമേരിക്കയിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. ഈ പാസ്റ്ററുടെ നടപടി ശരിയാണോ തെറ്റാണോ എന്ന തർക്കത്തിൽ ഇരുപക്ഷത്തും നിന്നും അഭിപ്രായ പ്രകടനങ്ങളുമായി നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത്.